അബുഖത്തലിന് ശേഷം അജ്ഞാതന്റെ തൊക്കിൻ മുന്നിൽ പിടഞ്ഞ അടുത്ത പാക് ഭീകരൻ. പാകിസ്ഥാനിൽ വിളയാട്ടം തുടരുകയാണ് അജ്ഞാതൻ. ഭീകര സംഘടന ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം തലവൻ മുഫ്തി അബ്ദുൽ ബാക്കി നൂർസായി അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. കൊറ്റയിലെ എയർപോർട്ട് റോഡിലാണ് ആക്രമണം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ബാക്കിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ലഷ്കർ ഇ തോയ്ബയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ അബു ഖത്താനെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നത്. പഞ്ചാബ് പ്രവിശ്യയിൽ അംഗരക്ഷകനൊപ്പം സഞ്ചരിക്കുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു. ഖത്താന്റെ വാഹനത്തിന് നേരെ ആക്രമികൾ 15 മുതൽ 20 വരെ റൗണ്ട് വെടിയുതിർത്തതായാണ് വിവരങ്ങൾ. അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. പാക് സൈന്യത്തിന്റെയും ചാരസംഘടനയുടെ സംരക്ഷണത്തിലായിരുന്നു അബു ഖത്താൽ. അജ്ഞാതർക്ക് പിന്നിൽ ഭാരതമാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞവരുണ്ട്. കാനഡ പ്രധാനമന്ത്രി അത് പരസ്യമായി പറഞ്ഞു. പാകിസ്ഥാൻ അങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉയർത്തിയിട്ടില്ല എങ്കിൽ പോലും പാകിസ്ഥാൻ അങ്ങനെ വിശ്വസിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭാരതത്തിന്റെ മിടുക്കായിട്ടാണ് ഭീകരരുടെ ഉന്മൂലനത്തെ കാണുന്നത്. സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലിന്റെ ചിത്രം സഹിതമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്. ഔദ്യോഗികമായി എന്നാൽ ഭാരതം അത് നിഷേധിക്കുന്നു. ഭീകരവാദത്തിനെതിരെ ഏതറ്റം വരെ പോകുമെന്ന് ഭാരതം പറയുന്നു എങ്കിലും നിയമം വിട്ടൊന്നും ചെയ്യില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഭാരതം. എന്നാലും ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് പടവാൾ ഓങ്ങുന്നവർ ആ മണ്ണിൽ തന്നെ പിടഞ്ഞു വീഴുന്നു എന്ന പുതിയ പ്രതിഭാസത്തിനാണ് അജ്ഞാതനിലൂടെ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഭീകരവാദം ലോകത്തത് ആര് ചെയ്താലും ആര് കൂട്ടുനിന്നാലും അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ പല കുറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരന്മാർക്ക് സംരക്ഷണം നൽകുന്നവരെയും ഇന്ത്യ ഭീകര രാജ്യമായി തന്നെയാണ് കാണുന്നത്. പാകിസ്ഥാന്റെ പട്ടികയിലേക്ക് കാനഡ എന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തി വലിയൊരു സൂചന ഭാരതം പലപ്പോഴും നൽകിയിട്ടുണ്ട്. 2023 എന്ന് പറയുന്ന വർഷം പാകിസ്ഥാൻ അജ്ഞാത ഭീതിയിൽ വിറങ്ങലിച്ച വർഷമായിരുന്നു. ഖലിസ്ഥാനി വിഘടനവാദി HS നിജാർ മുതൽ ലഷ്കർ ഇ കമാൻഡർ ഷാഹിദ് ലത്തീഫ്, അതുപോലെ ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരാണ് അജ്ഞാതരായ ആക്രമികളാൽ കൊല്ലപ്പെട്ടത്. ആരാണ് ആ അജ്ഞാതൻ ഈ പണി തുടങ്ങിയത് എന്ന് മുതൽ ഹിറ്റ് ലിസ്റ്റിൽ ഇനി എത്ര ടാർഗറ്റുകൾ ബാക്കി? പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്ന തിരക്കിലാണ്. പാകിസ്ഥാനിൽ 20ഓളം കൊലപാതകങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത്. കൊല്ലപ്പെട്ട എല്ലാവരും ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങി ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു. കറാച്ചി, സിയാൽകോട്ട്, നീലം താഴ്വര, ഖൈബർ പഖ്തൂൺഖ, റാവൽപിണ്ടി, ലാഹോർ ഇങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലാണ് അജ്ഞാതന്റെ കൈകൾ കൊണ്ട് ഈ ഭീകരർ കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ്. മോട്ടോർ സൈക്കിളിൽ തോക്കുധാരികൾ എത്തുന്നു, വെടിവെച്ച് വീഴ്ത്തിയ ശേഷം 10 സെക്കൻഡിനുള്ളിൽ അവർ സ്ഥലം വിടുന്നു. ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം ശാരീരികവും മാനസികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണ് എന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ശരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ ഭീതിയിലാണ്. തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണ് എന്ന് കരുതിയിരുന്ന ഇന്ത്യയുടെ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ല എന്നിപ്പോൾ അജ്ഞാതനിലൂടെ തിരിച്ചറിയുന്നു. അജ്ഞാതരാൽ കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാനിൽ മാത്രം 20ലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത്. ഇതൊക്കെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് എന്നതാണ് അജ്ഞാതനെ കുറിച്ചുള്ള ദുരൂഹത കൂട്ടുന്നത്. 2026-നകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു. അതിന് പിന്നാലെ അജ്ഞാതന്റെ പണി കൂടിയിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും 26-നകം കാശ്മീരിൽ നിന്ന് ഭീകരത തുടച്ചു നീക്കുമെന്നുമായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബ നേതാക്കളാണ് ഒന്നൊന്നായി കൊല്ലപ്പെട്ടത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവനുമായ ഹഫീസ് സെയ്ദിന്റെ മകനെ അടുത്ത അനുയായിയും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതർ വധിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള അജ്ഞാതന്റെ ആക്രമണങ്ങൾ, അജ്ഞാതന്റെ തിരഞ്ഞുപിടിച്ചു കൊല്ലൽ, മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിനെ തിരഞ്ഞുപിടിച്ചു കൊല്ലൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അജ്ഞാതൻ ആര്, അജ്ഞാതൻ എവിടെ നിന്ന് വരുന്നു, അജ്ഞാതനെ അയക്കുന്നതാര് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആശങ്കയിൽ ആയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അടുത്തടുത്ത ദിവസങ്ങളിലാണ് പാക് ഭീകരരെ, അതും മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇത്തരത്തിൽ അജ്ഞാതൻ ഒരേ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാക് ചാര സംഘടനയായ ISI ഇത് കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. ഇന്ത്യയുടെ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ കുടുക്കിയ അതിബുദ്ധിയുടെ കേന്ദ്രമായ മുഫ്തിയുടെ കൊലപാതകവും പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. പാകിസ്ഥാന്റെ മതപണ്ഡിതന്റെ കുപ്പായത്തിൽ ഒളിച്ച ഭീകരനാണ് മുഫ്തി. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കെച്ചിൽ വെച്ചാണ് മുഫ്തിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അത് വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മസ്ജിദിൽ നിന്ന് മടങ്ങുകയായിരുന്നു. മോട്ടോർ സൈക്കിളുകളിൽ എത്തിയ ആളുകൾ മുഫ്തിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുഫ്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ശരീരത്തിൽ ഒന്നിലധികം വെടിയുണ്ടകൾ തുറച്ചു കയറിയാണ് മരണം സംഭവിച്ചത്. മുഫ്തിയെ വകവരുത്തിയ അജ്ഞാതരെ തേടി പാകിസ്ഥാൻ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത മരണങ്ങൾ വരികയാണ്. പാകിസ്ഥാൻ ചാരസംഘടന ഇന്റർ സർവീസസ് ഇന്റലിജൻസിലെ പ്രധാന ഏജന്റായിരുന്നു മുഫ്തി. ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം Fന്റെ നേതാവ് കൂടിയായിരുന്നു.
JUF-ന്റെ 2 നേതാക്കൾ ഖുസാറിൽ വെച്ച് സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ ഞെട്ടൽ മാറുന്നതിന് പിന്നാലെയാണ് അജ്ഞാതരുടെ ആക്രമണം മുഫ്തിക്ക് നേരെ ഉണ്ടായത്. എന്നാൽ ഞെട്ടൽ മാറുന്നില്ല, ഞെട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പാകിസ്ഥാൻ. നിരവധി ആക്രമണങ്ങളാണ് മുഫ്തിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് വേണ്ടി നടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അജ്ഞാതരുടെ ആക്രമണങ്ങൾ, ഒരേ രീതിയിലുള്ള സമാന രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനെ ഉറക്കം കെടുത്തുമ്പോൾ എന്തായാലും പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത കാലത്തായി അജ്ഞാതർ പാകിസ്ഥാനിലെ ഭീകരർക്ക് ഉണ്ടാക്കിയിട്ടുള്ള തലവേദന ചെറുതൊന്നുമല്ല. പുറത്തിറങ്ങിയാൽ തട്ടുമോ എന്ന് ഭയന്ന് വീടിനകത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് രക്ഷയില്ല. വീട്ടിൽ കയറിയാണ് അജ്ഞാതർ പലപ്പോഴും പണി കൊടുക്കുന്നത്. 2023 ഫെബ്രുവരി തുടങ്ങിയ ഭീകരവേട്ട 2025 വർദ്ധിക്കുമോ? ഇനി എത്ര പേര് ബാക്കിയുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പാകിസ്ഥാനൊപ്പം ലോകവും. എന്തായാലും ഇനിയുള്ള തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മോസ്റ്റ് വാണ്ടഡ് ഭീകരന്മാർ അജ്ഞാതന്റെ തോക്കിൻകുള്ളിൽ പിടഞ്ഞു വീഴുമോ എന്നതാണ് ലോകം കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.